ഹലോ എവ്രി വൺ, വെൽക്കം ടു നാൻ അക്കാദമി. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ്? ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഇതെല്ലാം എന്താണ്? സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ്? ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഓക്കെ, ഇതെല്ലാമാണ് സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗം. ഏതാണ്? ബ്രോക്കസ് ഏരിയ. നമ്മുടെ സ്പീച്ച് നെറ്റ്വർക്കിലെ ഒരു കീ കോമ്പണൻ്റ് ആണ് ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമേത്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം. വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. ഓക്കെ, നാലാമത്തെ ചോദ്യം, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം. ഉത്തരം സെറിബെല്ലം. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ്? സെറിബെല്ലം. അഞ്ചാമത്തെ ചോദ്യം, സെറിബെല്ലത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് സെറിബെല്ലത്തിൻ്റെ പ്രവർത്തനങ്ങൾ? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. എന്തൊക്കെയാണ് സെറിബെല്ലത്തിൻ്റെ ജോലികൾ? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ശരീരത്തിൻ്റെ തുലനനില പാലിക്കുക. ഇതെല്ലാം സെറിബെല്ലത്തിൻ്റെ ജോലിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഭാഗം സെറിബെല്ലം. എന്താണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്? സെറിബെല്ലാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? അതും എന്താണ്? സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ഓക്കെ, അടുത്ത ചോദ്യം, അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരായിരുന്നു? സെറിബ്രായിരുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, അടുത്ത ചോദ്യം, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്? ഉത്തരം തലാമസ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. പത്താമത്തെ ചോദ്യം, നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏത്?
ഉത്തരം തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണ്. അതുപോലെ തന്നെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. അപ്പോൾ തലാമസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 പോയിൻ്റാണ് പറഞ്ഞത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. ഓക്കെ, 12ാമത്തെ ചോദ്യം. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ അന്തഃസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ അന്തഃസ്രാവി ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ്. എന്താണ് ഉത്തരം? ഹൈപ്പോതലാമസ്. ഓക്കെ, 13ാമത്തെ ചോദ്യം. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെ? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെ? ഏതൊക്കെയാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ? ഉത്തരം ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഏതൊക്കെയാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്കെ, 14ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ആവരണം ഏത്? എന്താണ് അതിൻ്റെ പേരെന്നാണ് ചോദിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ആവരണം മെനിഞ്ചസ്. എന്താണ് 3 പാളികളുള്ള ആ ആവരണത്തിൻ്റെ പേര്? മെനിഞ്ചസ്. ഓക്കെ, 15ാമത്തെ ചോദ്യം. നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്ന അവയവം. നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ഉപയോഗിക്കുന്ന അവയവം ഏത്? ഉത്തരം മസ്തിഷ്കം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ 20% ആരാണ് ഉപയോഗിക്കുന്നത്? മസ്തിഷ്കമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 16ാമത്തെ ചോദ്യം. ഹൈപ്പോതലാമസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് ഹൈപ്പോതലാമസിൻ്റെ ജോലികൾ? ഉത്തരം വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ ശരീരോഷ്മാവ് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഹൈപ്പോതലാമസിനാണ്. ഓക്കെ, ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവ നിയന്ത്രിക്കുന്നു. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു. ഇതെല്ലാമാണ് ഹൈപ്പോതലാമസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഓക്കെ, 17ാമത്തെ ചോദ്യം. ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആന്തരിക അവയവം. ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആന്തരിക അവയവം. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ആന്തരിക അവയവം മസ്തിഷ്കമാണ്. ഭാരം എത്രയാണ്? 1400 ഗ്രാമാണ് മസ്തിഷ്കത്തിൻ്റെ ഭാരം. ഓക്കെ, ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആന്തരിക അവയവം മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാമോളമാണ്. ഓക്കെ, 18ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ CPU-നെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത്? കമ്പ്യൂട്ടറിൻ്റെ CPU-നെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായിട്ടാണ് താരതമ്യപ്പെടുത്താറുള്ളത്? ഉത്തരം മസ്തിഷ്കം. 19ാമത്തെ ചോദ്യം. ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി. എന്താണ് ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? കാർഡിയോളജി. ഓക്കെ, 20ാമത്തെ ചോദ്യം. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയം. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. ഓക്കെ, ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? കാർഡിയോളജിയാണ്. ഓക്കെ, റിവൈസ് ചെയ്യുക. താങ്ക് യു.